ഇരിങ്ങൂർ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ ബിഗ്നേഴ്സ് ഡേ രണ്ടാം ഘട്ടം വിപുലമായ പരിപാടികളോടെ നടന്നു. മൊമെന്റോസും സമ്മാനങ്ങളും നൽകിയാണ് പുതിയതായി അഡ്മിഷൻ എടുത്ത കുട്ടികളെ സ്വീകരിച്ചത്. പ്രാർത്ഥനാ ഗീതത്തോടെ ആരംഭിച്ച പരിപാടിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ MK അബ്ദുൽ സത്താർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ഏവരും ചേർന്ന് ഭദ്രദീപം കൊളുത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പലിനോടൊപ്പം വൈസ് പ്രിൻസിപ്പൽ മിനി നായർ, മാനേജർ ഇൻചാർജ് ലൗന കുര്യാക്കോസ് എന്നിവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയം എന്നത് വലിയ ക്ലാസ് മുറികളും നീളമേറിയ വരാന്തകളുമുള്ള അപരിചിതമായ ഒരിടമായിരിക്കാം. ഈ അപരിചിതത്തെ മാറ്റി സ്കൂൾ തങ്ങളുടേതാണെന്ന ബോധ്യം കുട്ടികളിൽ വളർത്തുക എന്നതാണ് ഈ ദിവസത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും, അതിനാൽ ബിഗിനേഴ്സ് ഡേ എന്നത് വെറും ഒരു പ്രവേശന ചടങ്ങ് മാത്രമല്ല, അതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ MK അബ്ദുൽ സത്താർ അറിയിച്ചു. ഇന്ന് ലോക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ ബിഗിനേഴ്സ് ഡേയുടെ രണ്ടാം ഘട്ട പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഒരു കുഞ്ഞ് സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യാക്ഷരം കുറിക്കുക എന്നുള്ളത് മഹത്തായ ഒരു കർമ്മമാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു നല്ല തുടക്കം പാതി വിജയമെന്ന്. രക്ഷിതാക്കൾ പൊതുവെ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ ആ കുട്ടി ചേരുന്ന സ്കൂൾ ആ കുട്ടിക്ക് ഏറ്റവും ചേരുന്നതാവണം. അതോടൊപ്പം തന്നെ കാലത്തിന് അനുസരിച്ചുള്ള വിദ്യാഭ്യാസം നൽകുന്നത് കൂടിയാവണം. ഇന്ന് 4 വയസ്സുള്ള കുട്ടി LKGയിൽ ചേർന്ന് പഠനം ആരംഭിക്കുമ്പോൾ ഒരു 18 വർഷത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ആ കുട്ടി 21-22 വയസ്സാകുമ്പോഴാണ് ആ കുട്ടിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടൊക്കെ ഉണ്ടാകുന്നത് സാധാരണയായി. അപ്പോൾ ആരാണ് അധ്യാപകൻ? അധ്യാപകൻ്റെ റോൾ എന്താണെന്നൊരു ചോദ്യം വലിയ പ്രസക്തമാണ്. അധ്യാപകൻ അറിവ് പകർന്നു കൊടുക്കുന്ന ആളിൽ നിന്നും ഒരു മെൻറ്ററിലേക്ക് മാറുകയും ഈ കുട്ടിയെ ഒരു സാമൂഹ്യ ജീവിയായി വളർത്തിയെടുക്കുന്നതിൽ ഏയേക്കാൾ വലിയ ഒരു പങ്ക് അധ്യാപകന് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അതിൻ്റെ അധ്യാപന പ്രക്രിയ പൂർണ്ണമായും സോഷ്യൽ എമോഷണൽ ലേണിംഗ്, വൈകാരിക ഭാവാത്മക പഠനം എന്ന തലത്തിലേക്ക് മാറുന്നത്. ഒരു പക്വതയുള്ള വ്യക്തിയായി, സാമൂഹിക പ്രക്രിയയിൽ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയായി, എല്ലാത്തിനുമുപരി സ്വന്തം വികാരങ്ങൾ നിയന്ത്രിക്കുകയും മറ്റൊരാളുടെ വികാരങ്ങളെ മാനിക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായി മാറുന്ന ഒരു വലിയ പ്രക്രിയയാണ് വിദ്യാഭ്യാസം. അവിടെയാണ് ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ സോഷ്യൽ എമോഷണൽ ലേണിംഗ് എന്ന അതിമഹത്തായ ആശയവുമായി മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഈ സ്കൂളിൽ അധ്യാക്ഷരം കുറിച്ചുകൊണ്ട് കടന്നു വന്ന മുഴുവൻ കുട്ടികൾക്കും ഞങ്ങൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു എന്ന് മാത്രമല്ല, ഒരു 20 വർഷത്തിനപ്പുറത്തേക്ക് ഒരു വിദ്യാഭ്യാസത്തെ നമ്മൾ ഉൾക്കാഴ്ചയോട് കാണുകയും ആ കുട്ടി തൻ്റെ ജീവിതം പടുത്തുയർത്തി വിജയിക്കുന്ന ഒരു 75 വർഷമൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ മാറ്റുകയും ചെയ്യണം. ആഗോള വിദ്യാഭ്യാസം അടിമുടി മാറിക്കൊണ്ടിരിക്കുന്നു. സന്തോഷത്തിൻ്റെ ഒരു പ്രക്രിയയായി വിദ്യാഭ്യാസം മാറേണ്ടതുണ്ട്. ഇപ്പോഴും പലപ്പോഴും കുട്ടികൾ, കുഞ്ഞുങ്ങൾ പോലും ഈ ഹോംവർക്കിനെ പേടിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ട്യൂഷനെ പേടിച്ചുകൊണ്ട് അല്പം പോലും സമയം കിട്ടാതെ തൻ്റെ കുട്ടിത്തവും ബാല്യവും ഒക്കെ നഷ്ടപ്പെടുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസമുള്ളത്. ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ ഹോംവർക്ക് ഇല്ലാത്ത, ട്യൂഷൻ ആവശ്യമില്ലാത്ത ഒരു ബാലൻസ്ഡായ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് കുഞ്ഞിനുണ്ടാക്കുന്ന രീതിയിലേക്ക് കൃത്യമായും വിദ്യാഭ്യാസത്തെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ രക്ഷിതാക്കൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊള്ളുന്നു. സ്കൂളിലെ ദൈനംദിന കാര്യങ്ങൾ കുട്ടികൾക്ക് ലളിതമായി മനസ്സിലാക്കി കൊടുക്കുകയും ക്ലാസ് മുറികൾ, ശുചിമുറികൾ, കളിക്കളം എന്നിവ പരിചയപ്പെടുന്നതിലൂടെ അവരുടെ ഉള്ളിലെ ആശങ്കകൾ മാറുകയും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സാഹചര്യം നേരിട്ട് കാണുന്നതിലൂടെ രക്ഷിതാക്കൾക്കും സ്കൂളിൻ്റെ ലക്ഷ്യങ്ങളിൽ പങ്കാളികളാകുവാൻ സാധിക്കുന്നു. മെമന്റോസും സമ്മാനങ്ങളും നൽകിയാണ് പുതിയതായി അഡ്മിഷൻ എടുത്ത കുട്ടികളെ സ്വീകരിച്ചത്. സ്റ്റാഫ് കോർഡിനേറ്റേഴ്സായ ഗി വർഗീസ്, KG അധ്യാപകരായ മീനു സാം, സൗമ്യ അജയൻ എന്നിവരുടെ പരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി. സ്വാഗതം സ്വാഗതം ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.